ഗുരുക്കളെ, അതുപോലെ ഈ എല്ലാ അസ്ഥി നാഡി പേശി പ്രശ്നങ്ങൾക്ക് നമ്മൾ ഈ കളരി ചികിത്സ ഒരു പൂർണ്ണമായിട്ടും ഒരു വിജയമാണോ? അത് ഈ എല്ലാ വൈദ്യശാഖകളെടുത്താലും അതിനെ ഒന്നും തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും അതിനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അതുപോലെ തള്ളിക്കളയാനും പറ്റത്തില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ കളരിയിൽ പ്രധാനപ്പെട്ട ചികിത്സകൾ അത് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുത്ത് കളരി ചികിത്സ ചെയ്തിരുന്നത് ഈ കാഷ്വാലിറ്റി പോലുള്ള കാര്യങ്ങളായിരുന്നല്ലോ. അപ്പം അതിൽ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വന്നത്. ആദ്യകാലങ്ങളിൽ അത് ഈ യുദ്ധസമയത്തുള്ള പോകുന്ന അഭ്യാസികൾക്കും കളരിയിൽ പരിശീലിക്കുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടി ഉപയോഗപ്രദമാക്കി. പിന്നീട് അത് ആ ചികിത്സ തന്നെ നാട്ടുകാരിലേക്കും പ്രചരിക്കപ്പെട്ടു. പിന്നീടത് ഇപ്പം നമ്മൾ അന്നത്തെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന അതേ വിഷയങ്ങൾക്ക് തന്നെയല്ല, ഇത് വേറെ പല കാര്യങ്ങൾക്ക് എഫക്റ്റ് ആണെന്ന് പിന്നീട് തെളിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ പിന്നെ കളരി ചികിത്സ വ്യാപിക്കുകയുണ്ടായി. അപ്പം ഈ ചികിത്സകളൊക്കെ തന്നെ അതിൻ്റെ പൂർണ്ണമായിട്ടും മാറ്റുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഇപ്പം അസ്ഥിയുടെ കാര്യത്തിൽ പറഞ്ഞു, അസ്ഥിയിലൊക്കെ ഇപ്പം പുതിയ അസുഖങ്ങളുടെ പല കാര്യങ്ങളും കണ്ടുപിടുത്തങ്ങൾ ഒക്കെ ഇപ്പം പല വൈറസിൻ്റെ വിഷയങ്ങൾ, മജ്ജയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഇപ്പം കളരി ചികിത്സ ഒരു പരിഹാരമാണെന്ന് ചോദിച്ചാൽ കളരി ചികിത്സ അതിനൊക്കെ അങ്ങനെയുള്ള അസ്വസ്ഥതകളെ ശമിപ്പിക്കാനൊക്കെ ചിലപ്പോൾ സാധിക്കും. പക്ഷേ അതിൻ്റെ ഉള്ളോട്ട് ചിലപ്പോൾ ആയുർവേദത്തിൻ്റെയോ അല്ലെങ്കിൽ അലോപ്പതി ഡിവിഷൻ്റെ ഒക്കെ പല രീതിയിലുള്ള മരുന്നുകൾ സേവിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളൊക്കെ കടന്നു പോകണം. അപ്പോൾ അതിന് പൂർണ്ണമായിട്ടും നമുക്ക് പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഇപ്പം അസ്ഥി പൊട്ടുന്നത് എന്നുവെച്ചാൽ വിഷമഭംഗം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉണ്ട്. അതായത് നമുക്ക് എടുത്താൽ അത് ക്ലിയർ ആകില്ല, ശസ്ത്രക്രിയ തന്നെ വേണ്ട കേസുകൾ. അതൊന്നും ചെയ്ത് പൂർണ്ണമായിട്ടും ആക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ കണ്ട് മനസ്സിലാക്കി അതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ അത് മറ്റുള്ള ശാഖകളിലേക്ക് വിടുക എന്നുള്ളൂ. അത് എക്സ്റേ എടുക്കുകയോ ചിലപ്പോൾ സ്കാനിങ്ങിൽ കൂടെയൊക്കെ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് അത് ചിലപ്പം പൊട്ടിയിരിക്കുന്നതൊക്കെ ഈ എന്താ പറയുന്ന വിഷമം എന്ന് വെച്ചാൽ വളരെ കഷ്ണങ്ങളൊക്കെ ആയിട്ട് മാറുന്ന അവസ്ഥ, അത് ചിലപ്പം ചില നാടികളിലേക്കൊക്കെ ഇഞ്ചുറി ഉണ്ടാകാൻ പറ്റുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ ബ്ലീഡിങ് ഉണ്ടാക്കാം. അതൊക്കെ ശരിക്കും മനസ്സിലാക്കിയ ലക്ഷണങ്ങൾ കണ്ടാൽ, അസ്വസ്ഥതകൾ വേദനകൾ കണ്ടാൽ മനസ്സിലാവും. അത് നമ്മൾ കൂടുതലും മനസ്സിലാക്കാൻ വേണ്ടി തന്നെ വിടണം. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. അതിനോടൊപ്പം ഇങ്ങനെയൊക്കെ ഉള്ള അസ്ഥിയിൽ ഒപ്പം ഒരു ഓപ്പറേഷൻ ഫിക്സ് ചെയ്യുന്നെങ്കിൽ പോലും ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അത് നമ്മൾ ഈ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേഷന് മുന്നെയോ പിന്നിലോ നമ്മൾ ഈ കളരി ചികിത്സ എടുക്കുമ്പോൾ അതിന് ഒരു സഹായകരമായിട്ടുള്ള രീതിയിൽ വരുന്നുണ്ട് എന്നുള്ളത്, അത് എത്രത്തോളം ശരിയാണ്? അത് ഈ ചികിത്സകൾ പൊതുവെ ഇപ്പോൾ തന്നെ ഈ മുട്ടിൻ്റെ, ഇപ്പം നമ്മളെല്ലാം ഷോൾഡറിൻ്റെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചില കേസുകൾ ഒക്കെ തന്നെ മിക്കവാറും അത് സർജറി വേണ്ടി വരും. ഇപ്പം ഡിസ്ലൊക്കേഷൻ പറ്റി മറ്റുള്ള അതിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഭാഗങ്ങൾ, അവയവങ്ങളുടെ ഭാഗമായിട്ടുള്ള അവയവങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പേശികൾക്കോ അല്ലെങ്കിൽ സ്നായുക്കൾക്കോ കണ്ടറകൾക്കൊക്കെ വലിയ ഇഞ്ചുറികളൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. അത് കൂടുതൽ സ്ട്രെയിൻ ആയിട്ടില്ല എങ്കിൽ അത് ഡിസ്ലൊക്കേഷൻ ആയിട്ടേ ഉള്ളൂ എങ്കിലും നമുക്കത് ക്ലിയറായിട്ടും പൂർണ്ണമായിട്ടും ആക്കാം. അപ്പോൾ ഇഞ്ചുറി എന്നുള്ള സംഭവം ഒരു നല്ലൊരു 60% മുകളിലേക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ നമുക്കത് ചികിത്സിച്ച് ഭേദമാക്കാം. പക്ഷേ എങ്ങനെ ഭേദമാക്കാം? ആ ഇഞ്ചുറിക്ക് കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകാതെ അതിനെ ശരീരത്തിന് സപ്പോർട്ട് ചെയ്യാൻ പാകത്തിന് നമുക്ക് അതിനെ ചികിത്സിച്ച് പിടിച്ചു നിർത്താൻ പറ്റും. പക്ഷേ അത് പൂർണ്ണമായിട്ടും ക്യൂറല്ല. ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ സർജറി ചെയ്യുക, ഇപ്പോൾ പേശികളൊന്ന് വലിച്ച് മുറുകി കെട്ടുന്ന രീതിയിലുണ്ട്. അല്ലെങ്കിൽ ചിലപ്പം ഡിസ്ലൊക്കേഷൻ, അതുപോലെ ഡിസ്ലൊക്കേഷൻ ആണെങ്കിൽ സ്ക്രൂ ചെയ്യുന്ന രീതിയിലൊക്കെ മോഡേണായിട്ട് പല കാര്യങ്ങളുണ്ട്. അതൊക്കെ ചില സമയങ്ങളിൽ അങ്ങനെ ചിലപ്പം ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ചികിത്സകൾ കൂടെ കടന്നു പോകേണ്ടത് ആവശ്യമായിട്ട് തോന്നിയാൽ, അത്യാവശ്യമായിട്ട് തോന്നിയാൽ അത് അങ്ങനെ തന്നെ ചെയ്യണം. കാരണം മോഡേൺ അങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ള കാരണം അതിനേക്ക് അംഗീകരിച്ചും അത് മനസ്സിലാക്കിയും അവർ നിർദ്ദേശപ്രകാരമാണ് ചെയ്യേണ്ടത്. അപ്പം അത് ഗുണകരം തന്നെയാണ്. അപ്പോൾ ഇതൊന്നും തന്നെ എല്ലാ കേസിനും പൂർണ്ണമായിട്ടും അത് വിജയമാണെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അല്ലാതെ ചെയ്യേണ്ട കേസ് പൂർണ്ണമായിട്ടും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കേസുകളുണ്ട്. അലോപ്പതി ചെയ്യേണ്ടതായിട്ടുള്ള കേസ് അലോപ്പതി തന്നെ ചെയ്യണം. അത് തന്നെ തിരഞ്ഞെടുക്കണം. എന്നാൽ കളരി ചികിത്സയിലൂടെ മാറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പൂർണ്ണമായിട്ട് ചെയ്യണം. പിന്നെ പൊതുവേ ഇതൊക്കെ കളരി ചികിത്സ ചെയ്യുന്നത് കൊണ്ട് ഇതിനൊക്കെ കുറച്ചുകൂടി എളുപ്പമാക്കും. അതെ.